ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് എവിടെയെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റൂട്ടിലാണ് കേട്ടോ. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ പോവുക. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഉള്ളത് പുൽപ്പള്ളിയിലാണ്. അപ്പോൾ ഞാൻ എത്ര സമയമില്ലെങ്കിലും ഇപ്പോൾ 10 ദിവസത്തിന് വന്നാലും 5 ദിവസത്തിന് വന്നാലും ജസ്റ്റ് അവരെ കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകാറുള്ളൂ. അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്കാണെങ്കിലേ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അതായത് എന്നെ മനസ്സിലാക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന, ഞാനായിരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും കോണ്ടാക്റ്റ് വെക്കാറുണ്ട്. ബാക്കിയുള്ളവരുടെ അടുത്ത് കോണ്ടാക്റ്റ് വെക്കാറില്ല എന്നല്ല, പക്ഷെ വർഷങ്ങളായിട്ട് എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ട്. അവർ എപ്പോഴും ഉണ്ട് കൂടെ. അപ്പം ഇന്ന് ഞാൻ അവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ഞാൻ കുറച്ച് മുന്നേ ഇപ്പം ഞാൻ ഇരുളമൊക്കെ കഴിഞ്ഞ് ചീയമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു തണൽ കണ്ടപ്പോൾ നിർത്തിയതാ. കുറച്ച് നേരത്തെ ഞാൻ നിർത്തണം എന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ആനേനെ. ആ കാടിൻ്റെ സൈഡിലൊക്കെ നിർത്തുമ്പോഴത്തേക്കും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആന വരും. അതുകൊണ്ട് ഞാൻ നിർത്തിയില്ല. പിന്നെ നല്ല ചൂടാട്ടോ ഇവിടെ, മരണച്ചൂടാണ് ഈ പകൽ സമയത്ത്. രാത്രി പിന്നെ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. നാട്ടിലെ പോലെ, അതായത് കോഴിക്കോട് ചുരം ഇറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ പോലെ അത്രയ്ക്ക് വലിയ സീനില്ല. കുഴപ്പമില്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഞാൻ ഈ നിർത്തിയ സ്ഥലം കൊള്ളൂല എന്ന് തോന്നുന്നു. നിറച്ച് പൊടിയാണ്, വണ്ടി പോകുമ്പോഴത്തേക്കും പൊടി പാറിക്കൊണ്ടിരിക്കുക. ഞാൻ ലക്ഷദ്വീപ് പോയി വന്നിട്ടേ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ക്ഷീണമായിരുന്നു, ഭയങ്കര ഉറക്കമായിരുന്നു ഞാനും മക്കളും. പിന്നെ ഇന്നലെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇനിയിപ്പം എന്താ പറയുക, ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ വെക്കേഷൻ പെട്ടെന്ന് തീരാനാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുക. ഇനി മക്കളെയും കൊണ്ട് 2-3 സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമെന്ന് അറിയില്ല, ഇൻഷാ അള്ളാ. പിന്നെ അവരുടെ സ്കൂൾ തുറക്കാനായിട്ടുണ്ട്. അപ്പം ബുക്സ് എനിക്ക് ഓൾറെഡി അവർ ഓരോ ഡേറ്റിലാണ് പോയി കളക്ട് ചെയ്യുന്നത്. ആ ഡേറ്റ് ഞാൻ വന്ന ദിവസമായിരുന്നു, April 30. അതുകൊണ്ട് ഞാൻ ക്ഷീണമായതുകൊണ്ട് അന്ന് പോയില്ലായിരുന്നു. ഇനിയിപ്പോൾ മൺഡേ പോയി ബുക്കൊക്കെ വാങ്ങിക്കണം, അത് പൊതിയാനുണ്ട്. പിന്നെന്താ, അവരുടെ സ്കൂൾ തുറക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം പോകുന്നതിന് മുന്നേ. അങ്ങനെയൊക്കെ ബിസി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? പിന്നെന്താ പറയാനുള്ളത്? ഇന്നിപ്പം കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഞങ്ങൾ പുറത്തു പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വീട്ടിലിരിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ വെക്കേഷൻ മീൻസ് ഞാൻ UAE ജോലി ചെയ്യാൻ തുടങ്ങിയ പിന്നെ തിരിച്ച് വീട്ടിൽ 1 മന്ത് അല്ലെങ്കിൽ എത്ര ദിവസമാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരിക്കാൻ വലിയ താല്പര്യമില്ല. ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കും ഞാൻ വരുമ്പോൾ തന്നെയാണ് അവരും പുറത്തേക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഉമ്മയും പപ്പയും അവരെ പാർക്കിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. വീക്കെൻഡിലൊക്കെ പാർക്കിലൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാനുണ്ടാവുമ്പോൾ അവർക്കൊരു ധൈര്യമാണ്. മറ്റേതെന്ന് പറയുമ്പം ഉമ്മ എപ്പോഴും അലേർട്ടായിരിക്കണം, പപ്പ എപ്പോഴും അലേർട്ടായിരിക്കണം. എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും ഇതാവോ, അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. എന്നോട് എന്ത് പറയും, വീണിട്ടുണ്ടെങ്കിൽ എന്ത് പറയും, അങ്ങനെയൊക്കെ അവർ ആലോചിക്കാറുണ്ട് കേട്ടോ. ഞാനുണ്ടാവുമ്പം പിന്നെ അവർക്കൊരു ധൈര്യം കൂടുതലാണ്. അപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, പിന്നെ നല്ല പൊടി അടിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേകാടിയിലൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഉച്ചയ്ക്ക് ഫുഡ് അവരുടെ കൂട്ടത്തിലാണ്. പിന്നെ ഇപ്പോൾ പുൽപ്പള്ളി എത്താനായിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാനപ്പോൾ പുൽപ്പള്ളി എത്തി കേട്ടോ. പുൽപ്പള്ളി എത്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ പുൽപ്പള്ളിയിൽ ഒരു കുറച്ച് ഉള്ളിലോട്ടാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരണം അവർ. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു സ്ഥലത്താണ് വെയിറ്റ് ചെയ്യുക. അവിടുന്ന് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇങ്ങോട്ട് കണ്ടില്ല. പിന്നെ എൻ്റെ മൂക്കിൻ്റെ 2 സൈഡുണ്ടല്ലോ കുഴിഞ്ഞിരിക്കുന്നു. അത് ഈ ഗ്ലാസ് വയ്ക്കുമ്പോൾ എനിക്ക് എപ്പോഴും കുഴിച്ചിൽ വരും. ഇത് കണ്ടോ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ മുഖത്ത് നീരായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഉള്ളിലോട്ട് കയറിപ്പോകുന്നത്. ഞാൻ ഈ വഴി കാണിച്ചു തരാവേ. ഇതേ ഞാൻ നിർത്തിയെടുത്ത് മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ.
ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് മാങ്ങ കാണുന്നത്. ഐ മീൻ എൻ്റെ പരിസരത്തൊന്നും ഇല്ല. ഞങ്ങൾ പിന്നെ റെൻറ്റിന് താമസിക്കുന്നത് കൊണ്ട് അങ്ങനെ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പം ഞാനിവിടെ നിർത്തിയപ്പോൾ ഇങ്ങനെ ഈ മാങ്ങേനെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇതാണ് ഈ വഴി മാനന്തവാടിക്ക് പോകുന്നതാണ് എന്ന് തോന്നുന്നു. അതെ, ഇതിലെയാണ് കുറുവയ്ക്ക് പോകുന്നത്. നല്ലൊരു റീൽസിലൊക്കെ കാണുന്ന ഒരു വഴിയില്ലേ, പുൽപ്പള്ളിയിലെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീൽസ് ഞാൻ കണ്ടായിരുന്നു. ആ വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത്. ഞാനെപ്പോൾ വെക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും അതിൽ പോവാറുണ്ട്. പക്ഷേ അതിപ്പോഴാണെന്ന് തോന്നുന്നു വൈറലായത് ആ ഒരു വഴി. സൂപ്പറാണ് അതിൽ പോകുന്നത്. പക്ഷേ വണ്ടി നിർത്തലൊക്കെ റിസ്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ ആനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചേകാടിയും നമ്മളെപ്പോഴും പോകുന്നതാണ്. സൂപ്പറാണ് ആ വഴി. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ, കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വയനാട് വരുന്നവരൊക്കെ പോയി കാണണം. അതിൽ പോകണം. നല്ലൊരു റിലാക്സേഷനാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ട്രാക്ക് കേൾക്കും, ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു സുഖമാണ്. അങ്ങനെ പിള്ളേരെ ഞാൻ കൂട്ടാറില്ല. ഇന്ന് ഞാൻ കൂട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. അവർ ലക്ഷദ്വീപ് പോയിട്ട് ഫുള്ള് താനടിച്ച് മോനെ അത്ര ആയിട്ടില്ല. അത്ര വെളുത്തല്ല ഇരിക്കുന്നത്. വെളുത്തെന്ന് പറഞ്ഞാൽ കറുത്തല്ല ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ടാനായിട്ടില്ല. അവനെ ഞാൻ സൺസ്ക്രീൻ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്. അവൻ സൺസ്ക്രീൻ തേക്കാൻ ഓക്കെയാണ്. ക്യാപ്പിടും. അങ്ങനെയൊക്കെ ഞാനുമായിട്ട് സഹകരിച്ചു. പക്ഷെ എൻ്റെ മോൾ അങ്ങനെയല്ല. എൻ്റെ മോള് സഹകരണ മനോഭാവം കുറച്ച് കുറവാണ് ഈ കാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ അവൾ ക്യാപ്പിടില്ല, അവൾക്ക് മടിയാണ്. പിന്നെ അവൾ ഒരു സാധനം മുഖത്ത് തേക്കില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് സൺസ്ക്രീൻ തേക്കാൻ ഭയങ്കര മടിയാണ് എല്ലാ സംഭവം. അതുകൊണ്ട് അവൾക്ക് നല്ല ടാനായിട്ടുണ്ട്, നല്ല ബ്ലാക്കായി. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ആര് പറഞ്ഞു കൊടുത്താന്ന് അറിയില്ല. വെള്ളം കൂടി കൂടുതലാണ്. വെള്ളം കുടിച്ചാൽ ഞാൻ വെളുപ്പാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്നിട്ടുണ്ട്, ഒരു കോൾ ചെയ്തിട്ടുണ്ട്. അപ്പം നീ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ചൂടുകൊണ്ട് എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇളനീരൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. ഈ ഒരു വഴി ചിലപ്പോൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്ന് വെച്ചാൽ കുറേ റീൽസിനകത്തൊക്കെ ഉള്ള വഴിയാണ് കേട്ടോ. ഭയങ്കര വൈറലായ ഏരിയയാണ്. രണ്ട് സൈഡും മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പച്ചപ്പ് ഇപ്പം കുറവാണ്. എന്താ വെച്ചാൽ മഴയായിട്ടില്ലല്ലോ. ഇതിൻ്റെ ആരംഭത്തിലൊക്കെ ഉള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുക കേട്ടോ. ഇതിപ്പോൾ ഉള്ളിലേക്ക് വന്നപ്പോൾ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നതാണ്. നല്ല രസമാണ് ഇതിൽ പോകാനായിട്ട്. പക്ഷേ ആനയുള്ളത് സൂക്ഷിക്കണം, ആ ഒരു കാര്യം മാത്രം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ഫ്രണ്ട്സാണ്. എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ആകെ 90 സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ, ഇനി സബ്സ്ക്രൈബേഴ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിനകത്ത് വരാം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല, അത് വേറൊരു കാര്യം. അപ്പം ഞങ്ങൾ വന്നിട്ട് ചേകാടിക്ക് എൻ്റർ ആവാൻ പോവുകയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറുവയിലേക്കുള്ള വഴിയുണ്ട്, ചേകാടിക്കുള്ള വഴിയുണ്ട്. കുറുവയിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകും കുറുവയിലോട്ട്. കണ്ടോ ബോർഡ് വെച്ചേക്കുന്നത്? അതിൽ നേരെ പോയാൽ കുറുവാദ്വീപാണ്. ഇതിലെ പോയിട്ടുണ്ടെങ്കിൽ ചേകാടിയിലേക്കും. അപ്പോൾ ആ എൻ്റർ ആകുന്നിടത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പശുവിനെയൊക്കെ തിരിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഇവരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പരിചയമായി, അവർക്കങ്ങനെ ആനേനെ പേടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ ഈ ചേകാടിയുടെ എന്താ പറയുക, പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും കൃഷിയും പശുവിനെ വളർത്തലൊക്കെയാണ് കേട്ടോ. ജൈവ കൃഷിയാണ് ഇവിടെ കൂടുതലുള്ളത്. ഞങ്ങളിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ 2 കുട്ടികൾ ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ വൈറലായ സുഖുവേട്ടൻ്റെ ചായക്കട. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഒരു ചായ കുടിക്കാമെന്ന്. പക്ഷേ ഞങ്ങൾ വന്നപ്പം ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് അവധി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങൾ എന്താക്കി, ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടുന്ന് ഒരു ചായ കുടിക്കണം എന്ന് വെച്ചാൽ, കുറേ റീൽസിനകത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ. അപ്പോൾ തിരിച്ചു വരുന്നൊരു വഴിയാണ് കേട്ടോ ഇത്.
തിരിച്ചു വരുമ്പോഴും ആനേനെ ഒന്നും കണ്ടില്ല. ഒരു മാനിനെ കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേറെ ഒരു സാധനത്തിനെയും കണ്ടില്ല കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടോ. ഇവിടെ അധികം ആരും ഇല്ലായിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വണ്ടി പോകുന്നുണ്ട്. ഡോറ് ഞാൻ തുറന്നിട്ടേക്കുന്നത് പുലി വന്നാൽ ഓടിക്കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു മനസ്സിലിങ്ങനെ തോന്നുവാണ്. ഭയങ്കര പേടിയാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഈ കാണുന്ന മരം ഉണ്ടല്ലോ, ഇത് ഈ വീണ് കിടക്കുന്ന അവിടെ കയറിയിരുന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ഈ നല്ല പേടിയൊക്കെ ഉണ്ട്. ഇടയിൽ ഞാൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ, ബാക്കിൽ വീഡിയോ എടുക്കുന്ന ആളുണ്ടോയെന്നും. പിന്നെ ഞാൻ എല്ലായിടത്തും നോക്കുന്നുണ്ട്, ആന വല്ലതും പതുങ്ങിയിരിപ്പുണ്ടോ. ആനയാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഓടാമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ പുലി എങ്ങാനും വന്നാൽ ഒറ്റ ചാട്ടത്തിന് എന്നെ പിടിക്കുമല്ലോ. പിന്നെ 2 ആഴ്ചത്തേക്ക് പുലിക്ക് വേറെ ഭക്ഷണമൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും ഈ യാത്രയിൽ എൻ്റെ തീരാത്ത ആഗ്രഹമായിരുന്നു ആ മരത്തിൻ്റെ മേലെ വലിഞ്ഞു കയറുക എന്നുള്ളത്. അത് ഞാൻ സാധിച്ചു. എങ്ങനെയൊക്കെയോ ഞാൻ വലിഞ്ഞു കയറിയിരിക്കുന്ന ആ ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ആന വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. പക്ഷെ എന്നാലും ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പം ഞാനുള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബത്തേരി എത്താനായിട്ടുണ്ട്. എത്തുന്നതിന് കുറച്ച് മുന്നേ കുറച്ചൊരു കാടേരിയും വീടുകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ നിർത്തിയതാണ്. നല്ല രസമായിരുന്നു ഇന്നത്തെ യാത്ര. എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഭയങ്കര റിലാക്സേഷനായിരുന്നു. അപ്പം ഇനിയിപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണി ആവാനായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്. വരുന്ന വഴിക്കൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ആ കാടിൻ്റെ ഏരിയയിൽ നിർത്തണം എന്നുണ്ടായിരുന്നു. ഒന്നാമത് ഫൈൻ അടിക്കും, രണ്ടാമത് എനിക്ക് പേടിയാണ്. ഈ ഒരു സമയമായതുകൊണ്ട് ആനകൾ ഇറങ്ങും. ആനയും പുലിയും ഉള്ള സ്ഥലമായതുകൊണ്ട് പെട്ടെന്നെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ വ്ളോഗായി പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തിയില്ല. ഇതിലേക്ക് എത്താനായിട്ടൊരു 15 മിനിറ്റ്സ് ഉണ്ടാവില്ല, ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഇനിയിപ്പം മക്കളെയും കൊണ്ട് പുറത്ത് പോകണം. അവർ മൂവിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂവി കാണിച്ചു കൊടുക്കണം. അങ്ങനെ കുറച്ച് ദിവസം തീരും. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. നല്ല റഷാണ്. എല്ലാവരെയും പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ടാറ്റാ, ബൈ.